ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ. നമ്മളിത് ചെറുപയർ വെച്ചിട്ടാട്ടോ ചെയ്യുന്നത്. ചെറുപയർ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വൈകുന്നേരം ചായയുടെ കൂടിയും രാവിലത്തെ ചായയുടെ കൂടിയും നമുക്ക് ഉച്ചക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് ഒരു കപ്പ് ചെറുപയർ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു 3-4 മണിക്കൂർ നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള ചെറുപയറാണ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ രാവിലെ ഉണ്ടാക്കുന്നതാണെങ്കിൽ രാത്രി കുതിർത്തിട്ടും വെക്കാം, അല്ലെങ്കിൽ ഒരു 4 മണിക്കൂറെങ്കിലും ഇത് കുതിർത്തിട്ട് വെക്കണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ചെറുപയറിന് കറക്റ്റായിട്ടുള്ള വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ മുകൾ ഭാഗത്ത് കുറച്ചൊന്ന് പൊങ്ങി നിൽക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിലുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് 2 വിസിലൊന്ന് അടുപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചെറുപയർ ഒന്ന് 2 വിസിൽ അടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഓഫാക്കാം കേട്ടോ. നന്നായിട്ടില്ലെങ്കിൽ അടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളത് ഓഫായിട്ട് ഒന്ന് അതിൻ്റെ പ്രഷറൊക്കെ പോകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഇനി നമ്മളിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ, അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചി, 2-3 പച്ചമുളക്, നമ്മൾ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക്, അതിലേക്ക് കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളവും കൂടി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചെറുപയർ 1 കപ്പാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ കപ്പിൽ തന്നെ 1/2 കപ്പോളം തേങ്ങയും കൂടി എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ അരച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതാ ഒരു പാത്രത്തിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു നുള്ള് നമുക്ക് ചെറിയ ജീരകം ഉണ്ടല്ലോ, നമ്മൾ വെള്ളമൊക്കെ കാച്ചുന്ന ആ ഒരു ജീരകം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കളറൊന്ന് മാറി വന്നാൽ നമുക്കിതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതാ ചുവന്ന മുളകിൻ്റെ കളറൊക്കെ മാറി വന്നപ്പോൾ ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തിട്ട് ഇതിൻ്റെ കളറൊന്ന് മാറി വന്നാൽ നമുക്കിതിലേക്ക് ഒരു ചെറിയൊരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. കളർ മാറി വന്നാൽ മാത്രം മതി, നന്നായിട്ട് ഒഴിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് കളറൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളിയും കൂടി അരിഞ്ഞിട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് ആയിക്കിട്ടാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയൊരു തക്കാളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ ഇതിനൊന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡി ആയിട്ട് വരുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ ഇതാ നമ്മൾ ചെറുപയർ നന്നായിട്ട് കുക്കായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ 2 വിസിൽ അടുപ്പിക്കുക, എന്നിട്ട് അത് ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്കിങ്ങനെ തുറന്ന് നോക്കാം കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമ്മൾ ചെറുപയർ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പം നമ്മൾ തക്കാളിക്ക് ഇത് ഏകദേശം ഒന്ന് നന്നായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറി കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മളെ ചെറുപയറും അതിൻ്റെ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ടില്ല, നമ്മൾ ചെറുപയറിൻ്റെ വെള്ളമൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടില്ലേ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വെച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് നന്നായിട്ടൊന്ന് നമ്മളൊന്ന് വറ്റി വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ രീതിക്കാട്ട് നമുക്കിത് വേണ്ടത്. അപ്പോൾ 1-2 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി, ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട്. അപ്പോൾ തന്നെ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിക്കോളൂ. അപ്പോൾ ഇനി ഇതാ നമ്മളിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഒന്നും ചെയ്യാനില്ല കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. നമ്മൾ നേരത്തെ ചെറുപയർ വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ടതുകൊണ്ട് ഞാൻ പിന്നെ ഇതിലേക്ക് ഉപ്പൊന്നും ഇട്ടെടുത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക, വേണമെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് ഇത്. നമുക്ക് മഴക്കാലത്തൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ്. വെയിറ്റ് ലോസൊക്കെ ചെയ്യുന്നവർ ഇതിൽ എണ്ണയൊക്കെ ചേർക്കുമ്പോൾ അതൊന്ന് കുറച്ചിട്ട് തേങ്ങയൊക്കെ കുറച്ചൊന്ന് കുറച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പിയും കൂടി കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പം നമുക്ക് പിന്നെ കാണാം. ബൈ, താങ്ക് യു.